സോ നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീക്കിൽ. സോ അതിൻ്റെ കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ ഞാനിങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഐ തോട്ട് ഓഫ് ഷെയറിങ് ദോസ് ക്ലിപ്സ് വിത്ത് യു ഓൾ. സോ വെൽക്കം ടു മൈ വ്ളോഗ്. സോ ഞങ്ങൾ രാവിലെ തന്നെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഏർലി മോർണിംഗ് എണീറ്റ് റെഡിയായി നിന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ ആസ് യൂഷ്വൽ കുറച്ച് ഡിലേസ് ഒക്കെ വന്നു. നമ്മളൊരു 7 o'clock പുറപ്പെട്ടത്. ആൻഡ് ഇപ്പോൾ റോഡൊക്കെ സ്മൂത്താണല്ലോ, നമ്മുടെ ഹൈവേ ഒക്കെ ഒരുവിധം പണിയൊക്കെ തീർന്നുകൊണ്ട് തന്നെ അത്യാവശ്യം സ്മൂത്തായിട്ട് നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അത്യാവശ്യം നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പോകുന്ന വഴിയെ എവിടെയെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു. സോ താമരശ്ശേരി എത്തിയപ്പോൾ ഒരു വെജ് റെസ്റ്റോറൻറ്റ് കിട്ടിയപ്പോൾ നമ്മളവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. ആൻഡ് എമ്മക്കും ഞാൻ അവിടെ നിന്ന് ഫുഡ് കൊടുത്തു, അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുത്തു. പിന്നെ അവളുടെ ഔട്ട്ഫിറ്റൊക്കെ ഒന്ന് മാറ്റി ഞങ്ങൾ അഗെയിൻ യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ള പ്ലാൻഡ് ട്രിപ്പ് എന്ന് പറയാം. ബിക്കോസ് നമ്മൾ വയനാട് പോവാമെന്നുള്ള പ്ലാൻ ഇട്ടു, ബട്ട് എവിടെ പോവാം, എന്ത് ചെയ്യാമെന്നൊന്നുമുള്ള പ്ലാൻ ഇട്ടിട്ടില്ല. ബിക്കോസ് എല്ലാവരും വയനാട് ഒരുവിധം ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ കണ്ടിട്ടുള്ളവരാണ്. നമ്മൾ നമ്മുടെ അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ എപ്പോഴും പോകുന്ന സ്പോട്ടാണ്. സോ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതെ നമ്മൾ പോയി. ആദ്യമായിട്ട് തുഷാരഗിരിയിലാണ്, വാട്ടർഫാൾസാണ് നമ്മൾ ഇറങ്ങിയത്. ചുരം കയറുന്നതിനിടയ്ക്ക് തന്നെ ആണല്ലോ, അതുകൊണ്ട് നമ്മൾ ആദ്യം അവിടെ കയറി. അവിടെ എമക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൾ നല്ലോണം ആസ്വദിച്ചു വാട്ടർഫോൾസ്. അവൾ ആദ്യമായിട്ട് കണ്ട മൊമെൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറ്റ് വാസ് സോ നൈസ്. ഇവിടെ വന്നിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഈ ഒരു മരം എന്ത് ഭംഗിയാന്ന് അറിയാം. ഇറ്റ് വാസ് സോ ഇറ്റ് വാസ് സോ ബിഗ്. നമുക്ക് അതിൻ്റെ അകത്ത് കയറി നിൽക്കാം. ഞാൻ എമ്മനായിട്ട് അതിൻ്റെ അകത്ത് കയറി പിക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് സോ ഗുഡ്. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവളാകെ ഇതെന്താന്നൊക്കെ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ആൻഡ് ഐ വാസ് സോ ഹാപ്പി അറ്റ് ദാറ്റ് ഡേ. ബിക്കോസ് കുറേ കാര്യങ്ങൾ അവൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഐ കുഡ് സീ. And it was so much fun. അവിടെ കുറച്ച് അധിക സമയമൊക്കെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പൂക്കോട് ലേക്കാണ്. ഞങ്ങൾ ബോട്ടിങ്ങിനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അധികം ടൈം ഞങ്ങൾ വേസ്റ്റ് ചെയ്തില്ല. പിന്നെ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് ഐസ്ക്രീം, അതുപോലെ നല്ല പിക്കിള്, മാംഗോയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പതിയെ ഇറങ്ങി. അപ്പോഴേക്ക് 1 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. സോ ലഞ്ച് ടൈം ആയി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി ഫുഡ് കഴിച്ചിട്ട് അടുത്ത സ്പോട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് തന്നെ കണ്ട വെജ് റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറി. ബിക്കോസ് യൂഷ്വലി നമ്മൾ പാരൻസിൻ്റെ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ വി പ്രിഫർ വെജ് ഫുഡാണ് അവർക്കിഷ്ടം. സോ യാത്രയിൽ കഴിക്കാനായിട്ട് അപ്പം നല്ലൊരു സദ്യയൊക്കെ കഴിച്ചു ഞങ്ങൾ.
അങ്ങനെ അടുത്ത സ്പോട്ടിലോട്ടുള്ള ജേണി സ്റ്റാർട്ട് ചെയ്തു. സോ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാൻസ്ര സാഗർ ഡാമാണ്, വിച്ച് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്പോട്ട് ഇൻ വയനാട്. ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് സ്പോട്ട് തന്നെ ആയിരിക്കും. ബിക്കോസ് കുറേ ആക്ടിവിറ്റീസ് ആണെങ്കിലും അതുപോലെ നമുക്ക് നടക്കാനാണെങ്കിലും അത്യാവശ്യം നല്ല കാറ്റും നല്ല വ്യൂസും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് വയനാട്ടിലെ. ഞാൻ ഇതിനു മുമ്പ് ഒരു 2-3 തവണ എന്തായാലും വന്നിട്ടുണ്ടാകും. ബട്ട് എനിക്കിവിടെ മടുക്കാറില്ല. ഐ ലവ് ദ സ്പോട്ട് വെരി മച്ച്. അപ്പോൾ അങ്ങനെ അവിടെ ഒന്നുകൂടെ ലാസ്റ്റ് ഇയറും ഞാൻ വന്നതാണ് ഇവിടെ. സോ എങ്കിലും ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് എൻ്റെ കോളേജ് പഠിക്കുന്ന സമയത്താണ്. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞത് കേട്ടിട്ടാണ് ഈ പ്ലേസിനെ കുറിച്ചിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ വന്നത്. ലൈക്ക് അതിന് മുമ്പ് ഞാൻ പോയിട്ടില്ലായിരുന്നു. അവിടുത്തെ ഊഞ്ഞാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ഞങ്ങൾ അന്ന് അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സിൻ്റെ കൂടെ വരുമ്പോൾ ഇറ്റ്സ് ഒബ്വിയസ്ലി വേറൊരു വൈബാണ്. ആൻഡ് നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ അമ്മയുടെ ഫസ്റ്റ് ടൈം സ്പീഡ് ബോട്ട് എക്സ്പീരിയൻസ് ആണ്. ഞാൻ നല്ലോണം പേടിച്ചിട്ടാണ് അവളായിട്ടായിരിക്കുന്നത്. ബിക്കോസ് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വല്ലാതെ വളക്കലും തിരിക്കലൊന്നും വേണ്ട, ജസ്റ്റ് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് പോയിട്ട് വരാം. അങ്ങനെ ബേബി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചൊരു കോഷ്യസ് ആയിട്ടാണ് പോയത്. അവളെയും ജാക്കറ്റൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ ഈ ഒരു ബസ് സർവീസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് മുകളിലോട്ട് ഡാമിൻ്റെ ആ ഭാഗത്തോട്ട് പോകാനും ഈ ബസ് സർവീസ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തിരിച്ചിറങ്ങാനും വൺസ് നമ്മൾ പേ ചെയ്താൽ തിരിച്ചിറങ്ങാനുള്ളതും കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത് ആക്ച്വലി നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. ബിക്കോസ് അത്യാവശ്യം കയറാനുണ്ട് മുകളിലോട്ട്. അപ്പോൾ കാലിന് വയ്യാത്തവർ, കുട്ടികളുള്ളവർ, അതുപോലെ പ്രായമായിട്ടുള്ളവർ, അവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. കാരണം മുകളിൽ അത്രയും ബ്രെത്ത് ടേക്കിംഗ് ആയിട്ടുള്ള വ്യൂസാണ്. അപ്പം നമ്മൾ നടക്കേണ്ട കാര്യം ആലോചിച്ചിട്ട് ഒരു സ്ഥലം മിസ്സാക്കേണ്ട കാര്യമില്ല. ഇങ്ങനത്തെ സർവീസസ് ഒക്കെ ഉള്ളപ്പോൾ അത് യൂസ് ചെയ്യാം മാക്സിമം. പിന്നെ ഞങ്ങൾ അധികം ടൈമൊന്നും അങ്ങനെ വേസ്റ്റ് ചെയ്യാൻ നിന്നില്ല. ബിക്കോസ് ഓൾമോസ്റ്റ് ഒരു 5 o'clock കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. അവിടെ കുറേ കുട്ടികൾക്കുള്ള ടോയ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കുറേ ഷോപ്പുകളുണ്ടല്ലോ. സോ ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് നോക്കി. എമ്മക്കൊരു മങ്കീനൊക്കെ മേടിച്ചു കൊടുത്തു. ആൻഡ് ഷി വാസ് ഹാപ്പി. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അധിക സമയമൊന്നും ഞങ്ങൾ വേസ്റ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് കാരണം ചുരത്തിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. സൺഡേ ഒക്കെ ആയതുകൊണ്ട് ഞങ്ങളത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വരുന്ന സമയം നല്ലൊരു മഴയൊക്കെ കിട്ടി. സോ എമ്മനെ എന്തോ ഭാഗ്യത്തിന് മഴയുടെ തൊട്ട് മുമ്പ് എമ്മനെ ഞാനൊന്ന് ഫ്രഷാക്കി അവളെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ നല്ലോണം ആസ്വദിച്ച് തിരിച്ചിറങ്ങി.